എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു. സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന മോഡൽ ഓപ്പറേഷൻസ് നടത്തുന്നൊരു ഡാറ്റ സ്ട്രക്ചറാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ലിങ്ക് ലിസ്റ്റിലെ 3 സ്ഥലത്തുള്ള ഇൻസേർഷൻ, അതുപോലെ 3 സ്ഥലത്തുള്ള ഡിലീഷൻ, അതായത് ബിഗിനിങ്ങിൽ, എൻഡിൽ, അതേപോലെ അതർ പൊസിഷൻ എന്നുള്ള 3 ഏത് ഉപയോഗിക്കണം സ്റ്റാക്കിൽ എന്ന് നമ്മൾ കണ്ടു. നമ്മൾ ഉപയോഗിച്ചത് ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, അതേപോലെ ഡിലീഷൻ ഫ്രം ബിഗിനിങ് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ എലമെൻറ്റ്സ് വരുന്നതെല്ലാം ആഡ് ആവുന്നത് ബിഗിനിങ്ങിലാണ്, ഡിലീറ്റ് ആവുന്നതും ബിഗിനിങ്ങിലാണ്. അപ്പോൾ നമുക്ക് സ്റ്റാക്കിൻ്റെ അറേ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ചെയ്തതുപോലെ ഒരൊറ്റൊരു വേരിയബിൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ ലിങ്ക് ലിസ്റ്റിൽ അതിനെ ഹെഡ് എന്ന് പറയും, ആദ്യത്തെ എലമെൻറ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നതിനെ ഹെഡ് എന്ന് പറയും. ഇവിടെ നമ്മളതിനെ റീനെയിം ചെയ്ത് ടോപ്പ് എന്നാക്കി മാത്രം. സ്റ്റാക്കിൽ നമ്മൾ ടോപ്പിലാണ് ഇൻസേർഷൻ നടത്തുക, ടോപ്പിൽ നിന്നാണ് ഡിലീഷൻ നടത്തുക എന്നുള്ള ആ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെഡ് എന്ന് മാറ്റി ടോപ്പ് ആക്കിയെന്ന് മാത്രം. അത് ഹെഡ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പേര് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഓപ്പറേഷൻ എല്ലാം ടോപ്പിൻ്റെയും ഹെഡിൻ്റെയൊക്കെ ഒന്ന് തന്നെയാണ്, ആദ്യത്തെ നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ്, ഡിലീഷൻ ഫ്രം ബിഗിനിങ് എന്നുള്ള ആ ഓപ്ഷൻ നമ്മൾ നോക്കി. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്യൂ യൂസിങ് ലിങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്യൂവിൻ്റെ ഓപ്പറേഷൻ സ്റ്റാക്കിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. സാധാരണ നമ്മളൊരു ക്യൂവിൽ നിൽക്കുമ്പോൾ പിന്നീട് വരുന്ന ആൾക്കാർ പുറകിൽ നിൽക്കുക, റെയറിലാണ് നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് സർവീസ് കിട്ടുമ്പോൾ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങുക. അപ്പോൾ ഫ്രണ്ടിൽ നിന്നാണ് ഡിലീഷൻ അല്ലെങ്കിൽ റിട്രീവൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നത്. സാധാരണ ക്യൂ ആലോചിച്ചാൽ നമുക്ക് കിട്ടാവുന്നത് മാത്രമാണ്. നമ്മൾ അറേ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാക്കിനെ പോലെയല്ല 2 വേരിയബിൾസ് ഉപയോഗിക്കണം, ഒന്ന് ഫ്രണ്ട്, ഒന്ന് റെയർ. സ്റ്റാക്കിലാണെങ്കിൽ എല്ലാ ഓപ്പറേഷനും ഒരേ സൈഡിൽ തന്നെ ആയതുകൊണ്ട് മറ്റൊരു വേരിയബിൾ മതിയായിരുന്നു. ഇവിടെ 2 സൈഡിലായിട്ടാണ് ഇൻസേർഷൻ നടക്കുന്നത്, റെയർ എൻഡിലും ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ട് എൻഡിലും ആയതുകൊണ്ട് 2 വേരിയബിൾസ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് 2 പോയിൻറ്റേഴ്സ് ആവശ്യമാണ്. ഹെഡ് അല്ലെങ്കിൽ ടോപ്പ് എന്നൊരു പോയിൻ്റർ മാത്രം പോരാ, അതിനെ നമുക്കിവിടെ ഫ്രണ്ട് എന്ന് റീനെയിം ചെയ്യാം. ഹെഡ് അല്ലെങ്കിൽ ടോപ്പിനെ നമുക്കിവിടെ ഫ്രണ്ട് എന്ന് റീനെയിം ചെയ്യാം. അത് ഏറ്റവും ആദ്യത്തെ എലമെൻറ്റിലേക്ക് പോയിൻ്റ് ചെയ്ത് നിൽക്കും. അത് നോർമലി ആദ്യം വന്ന എലമെൻറ്റിലേക്കായിരിക്കും, നോഡിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നുണ്ടാവുക. ക്യൂവിൽ നമുക്ക് ഇടയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, എൻഡിൽ മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യൂവിലാണെങ്കിലും എൻഡിലാണ് ഇൻസേർഷൻ ഇവിടെ നടക്കുന്നത്. ക്യൂവിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ എൻഡിലാണ് ഇൻസേർഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിങ്ക് ലിസ്റ്റിലെ ഇൻസേർഷൻ അറ്റ് എൻഡ് നമുക്ക് ചെയ്യാമെന്ന് നിസ്സംശയം പറയാം. ഇടയിൽ എവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാക്കിലാണെങ്കിലും ക്യൂവിലാണെങ്കിലും നോർമൽ ക്യൂവിൽ പ്രയോറിറ്റി ക്യൂയോ അല്ലെങ്കിൽ ഡബിൾ എൻഡഡ് ക്യൂ എന്നല്ല പറയുന്നത്, വേറെ നോർമൽ ക്യൂവിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെയർ എൻഡ് മാത്രമേ ഉള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ ഫ്രണ്ട് എൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സംശയങ്ങളൊന്നുമില്ലാതെ തന്നെ പറയാം, നമ്മുടെ സിംഗിൾ ലിങ്ക് ലിസ്റ്റിലെ ഇൻസേർഷൻ അറ്റ് എൻഡ് ആണ് എപ്പോഴും ചെയ്യേണ്ടി വരിക. അതായത് പുതിയ വരുന്ന എലമെൻ്റാണ് ഏറ്റവും ലാസ്റ്റിലുള്ള എലമെൻറ്റ്. അപ്പോൾ ഇൻസേർഷൻ അറ്റ് എൻഡാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇൻസേർഷൻ അറ്റ് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ലിങ്ക് ലിസ്റ്റിൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്ത് വരികയാണ് ചെയ്യാറ്. ഹെഡ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ സെർച്ച് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ സെർച്ചിങ് വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ലാസ്റ്റിലത്തെ എലമെൻറ്റിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്ററും കൂടി നമുക്ക് എക്സ്ട്രാ വേണം. സാധാരണ ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് അത്ര അത്യാവശ്യം വരാറില്ല. ഇൻസേർഷൻ അറ്റ് എൻഡ് ആണെങ്കിൽ നമ്മൾ ലൂപ്പിലൂടെ പോകാറുണ്ട്. അപ്പോൾ ലൂപ്പിലൂടെ പോകുമ്പോൾ ബിഗ് ഓഫ് എൻ കോംപ്ലക്സിറ്റി വരും നമുക്കറിയാം. കാരണം ഓരോരോ എലമെൻറ്റും കടന്നിട്ട് വേണം വരാൻ. ആദ്യത്തെ എലമെൻ്റാണോ, രണ്ടാമത്തെ എലമെൻ്റാണോ, മൂന്നാമത്തെ എലമെൻ്റാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വരിക. ഏത് എലമെൻ്റാണ് ലാസ്റ്റ് എലമെൻ്റ് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് എലമെൻറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നള്ളായിരിക്കുക. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും നെക്സ്റ്റ് പാർട്ട് നമ്മൾ ഓരോ നോഡിൽ എത്തുമ്പോൾ അതിന് നെക്സ്റ്റ് നള്ളാണോ നോക്കിയിട്ടാണ് വരിക. ലാസ്റ്റ് നോഡിന് നെക്സ്റ്റ് നള്ളാകുമ്പോൾ നമ്മൾ നമ്മുടെ സെർച്ചിങ് അവിടെ നിർത്തും. നമുക്കറിയാം ഇതാണ് ലാസ്റ്റ് നോഡ്. അപ്പോൾ നമ്മളവിടെ എന്താ ഓപ്പറേഷൻ, ഇപ്പോൾ ഇൻസേർഷൻ ആണെങ്കിലും ഡിലീഷൻ ആണെങ്കിലും അതിനനുസരിച്ച് നമ്മളവിടെ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ക്യൂവിൽ 2 പോയിൻറ്റേഴ്സ് നമുക്ക് ക്ലിയർ ആയിട്ട് വേണം. അതായത് ഇൻസേർഷൻ എപ്പോഴും നടക്കുന്ന റെയർ എൻഡിലാണ്. സാധാരണ ലിങ്ക് ലിസ്റ്റിൽ ഇൻസേർഷൻ എവിടെ വേണമെന്ന് നടത്താം. അതുകൊണ്ട് ലാസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന ഒരു പോയിൻ്റർ വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ആക്കാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല.
നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാം. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇൻസേർഷൻ അറ്റ് ലാസ്റ്റാണ് എപ്പോഴും വരുന്നതെങ്കിൽ നമുക്ക് നല്ലത് ലാസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുന്നൊരു പോയിൻ്റർ ഉണ്ടാക്കുകയാണ്. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ സെർച്ച് ചെയ്ത് ലാസ്റ്റ് എലമെൻറ്റിലേക്ക് എത്തണം. ഇത് നമ്മൾ അറിയുകയാണെങ്കിൽ പ്രശ്നമായിരുന്നില്ല. അറിയുകയാണെങ്കിൽ അടുത്തടുത്ത ലൊക്കേഷനാണ് സുഖമായിട്ട് ഇത്രാമത്തെ ലൊക്കേഷനിൽ, അപ്പോൾ 10ാമത്തെ ലൊക്കേഷനിലാണ് ലാസ്റ്റ് എലമെൻറ്റ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നേരിട്ട് പോകാം. ഇവിടെ ലൊക്കേഷനും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. മെമ്മറി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തരുന്നതാണ്. അത് ആ സമയത്തിനനുസരിച്ച് നമ്മുടെ ലിങ്ക് ലിസ്റ്റിൽ ആഡ് ആവുന്നതാണ്. ആ അഡ്രസ്സ് നമ്മൾ ഓരോ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നോഡായിട്ട് എൻ്റർ ചെയ്തത്, ലാസ്റ്റ് നോഡായിട്ട് നമ്മൾ ഏത് നോഡാണോ എൻ്റർ ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് നമ്മളെപ്പോഴും സേവ് ചെയ്ത് വെക്കണം. അതായത് അതിലേക്കൊരു പോയിൻ്റർ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ തന്നെ. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് പൊസിഷനിൽ ഇൻസേർഷൻ വരുമ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്ററിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബിഗിനിങ്ങിലാണെങ്കിൽ നമ്മൾ ഹെഡിനെ നോർമലി ലിങ്ക് ലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എൻഡിലും ഒരു പോയിൻ്റർ ഉണ്ടെങ്കിൽ ഇൻസേർഷനായിട്ട് ലാസ്റ്റ് നടക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു പോയിൻ്ററിനെയും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ 2 പോയിൻ്റേഴ്സ് നമുക്കിവിടെ ഫലത്തിൽ വരുന്നുണ്ട്. ഒന്ന് ഫ്രണ്ട് എന്നുള്ളൊരു പോയിൻ്റർ, അത് എപ്പോഴും ആദ്യത്തെ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. അതുപോലെ റെയർ എന്ന് പറഞ്ഞിട്ട് അത് എപ്പോഴും ലാസ്റ്റ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ 2 പോയിൻ്റേഴ്സ് നമുക്ക് വേണം. പോയിൻ്റർ ഉണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല. ഇടയിലത്തെ നോഡിലൂടെ ഒന്നും വരേണ്ട ആവശ്യമില്ല. നേരിട്ട് ലാസ്റ്റിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാം. നമുക്ക് ആ ലാസ്റ്റ് നോഡിൻ്റെ തൊട്ട് മുന്നത്തെ നോഡ് ആവശ്യം ഇല്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ലാസ്റ്റ് നോഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അതിന് തൊട്ട് മുന്നത്തെ നോഡിലേക്ക് എത്താൻ വഴിയില്ല. ഡബിൾ ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ അതിൽ പ്രീവിയസ് ഒരു പോയിൻ്റർ ഉണ്ടായിരുന്നു, അതിലൂടെ നമുക്ക് തിരിച്ചു പോകുമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് ഈ പറഞ്ഞത് മനസ്സിൽ വിചാരിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ വരച്ച് നോക്കുക. ഒരു ലിങ്ക് ലിസ്റ്റ് വരയ്ക്കുക, ലാസ്റ്റ് നോഡിലേക്ക് നമ്മൾ നേരിട്ട് എത്തിയും വിചാരിക്കുക. നേരിട്ട് എത്തിയെന്നുണ്ടെങ്കിൽ നമുക്കവിടെ തൊട്ട് മുന്നത്തെ നോഡിലേക്ക് പോകാനുള്ള വഴിയൊന്നുമില്ല. നമുക്കിവിടെ ഇൻസേർഷൻ ആയതുകൊണ്ട് നമുക്ക് തൊട്ട് മുന്നത്തെ നോഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം ഡിലീഷനാണ് വിചാരിക്കുക. ലാസ്റ്റ് നോഡിന് ഡിലീഷനാണെങ്കിൽ അങ്ങനെയല്ല, തൊട്ട് മുന്നത്തെ നോഡ് നമുക്ക് അറിയണം. കാരണം ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുമ്പോൾ തൊട്ട് മുന്നത്തെ നോഡിന് നെക്സ്റ്റ് നള്ളാക്കണം. അപ്പോൾ തൊട്ട് മുന്നത്തെ നോഡ് നമുക്ക് കിട്ടണം. അപ്പോൾ ലാസ്റ്റിൽ ഡിലീഷൻ നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പോയിൻ്റർ ഉള്ളതുകൊണ്ട് മാത്രം നടക്കില്ല. പക്ഷേ ലാസ്റ്റിൽ ഇൻസേർഷനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് മാത്രം മതി. അതിൻ്റെ നെക്സ്റ്റിനെ പുതിയ നോഡാക്കുക, പുതിയ നോഡിൻ്റെ നെക്സ്റ്റിനെ നള്ളാക്കുക. അത്രയാണ് ഇൻസേർഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെ ഡേറ്റാ പാർട്ട് വയ്ക്കും, അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് നള്ളാക്കാം. കാരണം അതാണ് ഇനി ലാസ്റ്റ് നോഡ്. ഇനി അതിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് എന്ത് ചെയ്യണം? പഴയ ലാസ്റ്റിൻ്റെ നെക്സ്റ്റിലിടണം. അത്രയേ ഉള്ളൂ ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ. ഇൻസേർഷൻ അറ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ ചെയ്തപ്പോൾ സെർച്ച് ചെയ്ത് വന്ന് ലാസ്റ്റ് നോഡ് കണ്ടുപിടിച്ചു. ഇവിടെ ഇൻസേർഷൻ എപ്പോഴും റെയറിലായതുകൊണ്ട് ഈ എപ്പോഴും ഇങ്ങനെ സെർച്ച് ചെയ്ത് വരുന്ന പരിപാടി വേണ്ട. ലാസ്റ്റ് നോഡിലേക്ക് എപ്പോഴും നമുക്ക് പോയിൻ്റ് ചെയ്യാനൊരു പോയിൻ്ററെ വയ്ക്കാം. അതിന് നമ്മൾ റെയർ എന്ന് വിളിക്കുന്നു. സാധാരണ ലിങ്ക് ലിസ്റ്റിൽ ഹെഡ് ഉണ്ടായിരുന്നു, ആ ഹെഡിനെ നമുക്ക് റീനെയിം ചെയ്ത് ഫ്രണ്ട് എന്ന് വിളിക്കാം. അപ്പോൾ 2 പോയിൻ്റേഴ്സ്, ഒന്ന് ഫ്രണ്ട്, ഒന്ന് റെയർ. ഫ്രണ്ട് ആദ്യത്തെ എലമെൻറ്റിലേക്കും റെയർ ലാസ്റ്റ് എലമെൻറ്റിലേക്കും പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്യൂ എന്ന് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റാണ്. ആ ലിങ്ക് ലിസ്റ്റിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് ക്യൂ ആക്കണം. നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ലാസ്റ്റിലേക്ക് മാത്രമേ പോകുള്ളൂ. എവിടെ ഇൻസേർട്ട് ചെയ്യണം നമ്മൾ ചോദിക്കുന്നില്ല. സ്റ്റാക്കിലും നമ്മൾ ചോദിച്ചില്ല. സാധാരണ ലിങ്ക് ലിസ്റ്റിന് നമ്മൾ ചോദിച്ചു എവിടെ വേണം ഇൻസേർട്ട് ചെയ്യാം. തുടക്കത്തിൽ വേണോ, ഇടയിൽ വേണോ, ഏത് നോഡ് കഴിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ ഏത് നോഡിന് മുമ്പ് വേണമെന്നോ, അല്ലെങ്കിൽ ഇത്രാമത്തെ നോഡായിട്ട് ആഡ് ചെയ്യണമെന്നോ, ലാസ്റ്റ് നോഡായിട്ട് ആഡ് ചെയ്യണമെന്നോ ഒക്കെ നമുക്ക് ഓപ്ഷൻസ് ചോദിക്കാം. എന്നാൽ സ്റ്റാക്കിൽ അങ്ങനെ ഓപ്ഷനേ ചോദിക്കരുത്. പുഷ്, പോപ്പ് എന്നുള്ള 2 ഓപ്ഷൻസ് മാത്രമേ പാടുള്ളൂ. ഇൻസേർട്ട് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. സ്റ്റാക്കിലാണെങ്കിൽ ബിഗിനിങ്ങിൽ മാത്രം ചെയ്യുക, ഇൻസേർഷനും ഡിലീഷനും, പുഷും പോപ്പും. ക്യൂവിലാണെങ്കിൽ ഇൻസേർഷൻ ലാസ്റ്റ് ചെയ്യണം, ഡിലീഷൻ ഫ്രണ്ടിൽ നിന്ന് ചെയ്യണം. വളരെ എളുപ്പമാണ്. അപ്പോൾ ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നു. നമ്മൾ അറേയിൽ ചെയ്ത പോലെ തന്നെ. അറേയിൽ എവിടെ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ടോപ്പിൽ മാത്രം ഇൻസേർഷൻ ഡിലീഷനും ആക്കിയാൽ അത് സ്റ്റാക്കായി മാറി. ഇൻസേർഷൻ റെയറിലും ഡിലീഷൻ ഫ്രണ്ടിലും ആക്കി കഴിഞ്ഞാൽ അതൊരു ക്യൂ ആയി മാറി. അത്രയേ ഉള്ളൂ. അപ്പോൾ ലിങ്ക് ലിസ്റ്റിലും ഇവിടെ എവിടെ വേണമെങ്കിലും ഓപ്ഷൻ ഉണ്ട് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും. ആ ഓപ്ഷൻസ് നമ്മൾ മാറ്റിയിട്ട് ക്യൂവിൽ ഇൻസേർഷൻ അറ്റ് ലാസ്റ്റും ഡിലീഷൻ ഫ്രം ബിഗിനിങ്ങും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യും. അത് മാത്രമായിട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ഇൻസേർഷനോ ഡിലീഷനോ ഒന്നുമില്ല. അപ്പോൾ യൂസറിന് വേറെ ഓപ്ഷൻ ഇല്ല. NQ, DQ. അപ്പോൾ NQ എന്ന് കൊടുത്ത ഒരു എലമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ലാസ്റ്റിൽ പോകും. DQ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള
റെസ്ട്രിക്ഷൻസാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റിൽ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻസേർഷൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നേരിട്ട് നമുക്കൊരു റെയർ എന്നുള്ളൊരു പോയിൻ്റർ ഉണ്ട് ലാസ്റ്റിലേക്ക് പോയിൻ്റ് ചെയ്യാൻ എന്നുള്ളതുകൊണ്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് എന്ത് ചെയ്യുക, റെയർ ആണ് ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റ്. ഇനി ഒരു പുതിയ എലമെൻറ്റാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. പുതിയ എലമെൻറ്റ് ന്യൂ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇനി കാണിക്കുന്നില്ല. അത് മനസ്സിലാക്കുക. ലിങ്ക് ലിസ്റ്റിലേക്ക് പോവുക, ലിങ്ക് ലിസ്റ്റിൻ്റെ പ്രോഗ്രാം എടുക്കുക, അൽഗോരിതം എടുക്കുക, അൽഗോരിതം നോക്കുക. ഇൻസേർഷൻ അറ്റ് ലാസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇൻസേർഷൻ അറ്റ് ലാസ്റ്റിൽ നമ്മൾ എന്തായാലും ആദ്യം സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അതിവിടെ ചെയ്യേണ്ട. കാരണം നമുക്ക് റെയർ എന്നുള്ള ഒരു ഡയറക്റ്റ് പോയിൻ്റർ ഉണ്ട് ലാസ്റ്റിലേക്ക്. അതുകൊണ്ട് റെയറിൻ്റെ നെക്സ്റ്റിനെ നള്ളായിരിക്കും ഇപ്പോൾ, അതുകൊണ്ടാണ് അതിനെ ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെയറിൻ്റെ നെക്സ്റ്റിനെ നമുക്ക് നേരിട്ട് ന്യൂനോട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കാരണം അതിൽ നള്ളായതുകൊണ്ട് ഇതിനെ സേവ് ചെയ്യാനില്ല. അപ്പോൾ റെയറിൻ്റെ നെക്സ്റ്റിനെ നമുക്ക് ന്യൂ നോഡാക്കാം, ന്യൂ നോഡിൽ ഡാറ്റ വയ്ക്കാം, ന്യൂ നോഡിനെ നെക്സ്റ്റ് നള്ളാക്കാം. അതിനുശേഷം ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ റെയർ ഈക്വൽ ടു റെയർ ഡോട്ട് നെക്സ്റ്റ് അല്ലെങ്കിൽ റെയർ ഈക്വൽ ടു ന്യൂ നോഡ് എന്നുള്ള ഓപ്പറേഷനാണ്. റെയർ ഈക്വൽ ടു റെയർ ഡോട്ട് നെക്സ്റ്റും റെയർ ഈക്വൽ ടു ന്യൂ നോഡും രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എടുത്തിട്ടാണ് റെയറിനെ നെക്സ്റ്റിൽ വെച്ചത്. അപ്പോൾ രണ്ടും ഒന്നാണ്. അപ്പോൾ നമ്മുടെ ഇൻസേർഷൻ സക്സസ്ഫുള്ളി നടന്നു. റെയർ എൻഡിൽ പുതിയൊരു നോഡ് ഇൻസേർട്ടായി. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഈ റെസ്ട്രിക്ഷൻസാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ 3 ഓപ്ഷൻ ഉള്ളതിൽ 2 കളഞ്ഞ് 1 മാത്രമാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സിമ്പിളാവുകയാണ് ചെയ്തത്. ഇനി അടുത്ത് ഡിലീഷൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഡിലീഷൻ ഫ്രം ബിഗിനിങ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ബിഗിനിങ്ങിൽ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക? അത് നമ്മുടെ സ്റ്റാക്കിൽ ചെയ്ത പോലെ തന്നെയാണ്. സ്റ്റാക്കിൽ ഡിലീഷൻ നമ്മൾ ചെയ്തത് ബിഗിനിങ്ങിലാണ്. ടോപ്പിൽ നമ്മൾ പറഞ്ഞു, പക്ഷേ നമ്മൾ ലിങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ നമ്മൾ ലിങ്ക് ലിസ്റ്റിൻ്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഡിലീഷൻ ഫ്രം ബിഗിനിങ് ആണ്. അപ്പോൾ അതിൽ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് ഡോട്ട് നെക്സ്റ്റ് എന്ന് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ ഫ്രണ്ടിനെ ടെമ്പററി വേരിയബിളിലേക്ക് വെച്ചതിനെ ഫ്രീ ആക്കി വിടുക. അത് നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഡൈനാമിക്കിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഡി അലോക്കേറ്റ് കൂടി ചെയ്യുക. അല്ലെങ്കിൽ OSന് അറിയില്ല ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു, വേറെ ആവശ്യങ്ങൾക്ക് കൊടുക്കാം എന്നതിന് മനസ്സിലാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യം, നമുക്ക് ശരിക്കും ലിങ്ക് ലിസ്റ്റ് വർക്ക് ചെയ്യാൻ ഇത്രേ ആവശ്യമുള്ളൂ. ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് ഡോട്ട് നെക്സ്റ്റ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫ്രണ്ട് രണ്ടാമത്തെ നോഡിലേക്ക് പോയിൻ്റ് ചെയ്യും, അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷേ എപ്പോഴും അതിനു മുമ്പ് ആ ഫ്രണ്ടിനെ എടുത്തൊരു ടെമ്പററി വേരിയബിളിൽ വെച്ച് നമ്മൾ ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് ഡോട്ട് നെക്സ്റ്റ് ചെയ്തതിന് ശേഷം ആ ടെമ്പററി വേരിയബിളിനെ ഫ്രീ കൊടുക്കുക. ഡിലീറ്റ് എന്നുള്ള കീവേഡാണ് C++ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്രീ ആക്കി വിടുക. അത്രയേ ഉള്ളൂ ക്യൂവിൽ ഡിലീഷൻ എന്ന് പറഞ്ഞാൽ. ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ക്യൂ എം ടി ആണോ എന്നുള്ളത്. ഫ്രണ്ട് ഈക്വൽ ടു നാളെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് അതിൽ എലമെൻറ്റ്സ് ഉണ്ടോ അതോ എം ടി ആണോ എന്ന്. അപ്പോൾ അതാണ് നമുക്ക് ക്യൂവിൽ ചെയ്യാനുള്ളത്. ലിങ്ക് ലിസ്റ്റിൽ തന്നെ റെസ്ട്രിക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നു. സ്റ്റാക്കിൽ കൊണ്ടുവന്ന പോലെ സ്റ്റാക്കിൽ 2 ഓപ്പറേഷനും ഒരേ സൈഡിൽ തന്നെ ചെയ്തു. ഇവിടെ ഇൻസേർഷൻ റെയർ എൻഡിൽ ചെയ്തു, ഡിലീഷൻ ബിഗിനിങ്ങിൽ ചെയ്തു എന്നുള്ള വ്യത്യാസം മാത്രം. അൽഗോരിതം ഒന്നും മാറാൻ പോകുന്നില്ല, ലിങ്ക് ലിസ്റ്റിൻ്റെ അതേ അൽഗോരിതം തന്നെ. അപ്പോൾ ലിങ്ക് ലിസ്റ്റിലുള്ള ആ ഇൻസേർഷൻസ് 3 ഓപ്ഷൻസ് ഉള്ളത് നമ്മൾ വെട്ടിയിട്ട് സ്റ്റാക്കിലാണെങ്കിലും ക്യൂ ആണെങ്കിലും ഒരു അൽഗോരിതം മാത്രം എടുത്തു. സ്റ്റാക്കിലാണെങ്കിൽ ഇൻസേർഷൻ അറ്റ് ബിഗിനിങ് കൊടുത്തു, ക്യൂവിലാണെങ്കിൽ ഇൻസേർഷൻ അറ്റ് റെയർ എടുത്തു, മീൻസ് ലാസ്റ്റ് എടുത്തു, എൻഡ് എടുത്തു. ഡിലീഷൻ ആണെങ്കിൽ രണ്ടും ഒരേ സൈഡിൽ നിന്ന് തന്നെയാണ്. സ്റ്റാക്കിലാണെങ്കിലും ക്യൂവിലാണെങ്കിലും ഡിലീറ്റ് ചെയ്യുന്നത് തൽക്കാലം ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ്. തൽക്കാലം എന്നല്ല, നമ്മളിപ്പോൾ നോർമൽ ക്യൂവിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ വളരെ എളുപ്പമാണ്. ആ പോയിൻ്ററിനെ തൊട്ടടുത്ത നോഡിലേക്ക് പോയിൻ്റ് ചെയ്യിച്ചാൽ മതി. സ്റ്റാക്കിൽ നമ്മളതിനെ ടോപ്പ് എന്ന് പറഞ്ഞു, ഇവിടെ അതിനെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് മാത്രം. അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഓപ്പറേഷൻസ്. പിന്നെ ഇതിനിടയിൽ പ്രിൻ്റ്, നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ളതും ഫൈൻഡ് ചെയ്യാനുള്ളതൊക്കെ വളരെ എളുപ്പം തന്നെയാണ്. അത് ഒരു ലൂപ്പ് ഇട്ട് നമുക്ക് പോവോ വേണ്ടോ. ഓൾറെഡി നമ്മൾ ഒരു ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ച് എങ്ങനെ ഓരോന്നിലൂടെയും ട്രാവേഴ്സ് ചെയ്ത് പോകണം, ഓരോ നോഡിലൂടെയും ട്രാവേഴ്സ് ചെയ്ത് പോകണം നമ്മൾ കണ്ടതാണ്. സ്റ്റാക്കിലാണെങ്കിൽ നമ്മൾ ടോപ്പ് മുതൽ ലാസ്റ്റ് വരെ, അപ്പോൾ ടെമ്പ് ഈക്വൽ ടു ടോപ്പ് എന്ന് ആദ്യം കൊടുക്കുക, അതിനുശേഷം ടോപ്പിൻ്റെ നെക്സ്റ്റ്, അതായത് ലാസ്റ്റ് നോഡെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് നള്ളായിരിക്കും, അതാവുന്നത് വരെ ഓരോ എലമെൻറ്റും പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ലൂപ്പിൽ ടെമ്പ് ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ എന്ത് ചെയ്യുക, ടെമ്പ് ഡോട്ട് ഡാറ്റ പ്രിൻ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ.
പ്രിൻ്റ് ചെയ്യാനാണെങ്കിൽ. ഇപ്പോൾ ഫൈൻഡ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്മൾ 2 കണ്ടീഷൻസ് നോക്കാം. ഒന്ന് ടെം ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആവുന്നത് വരെ, കാരണം തന്നിരിക്കുന്ന എലമെൻ്റ് അതിൽ ഇല്ലാതിരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തൊരു എലമെൻറ്റിന് വേണ്ടി സെർച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ വരെ പോവും, ടെമ്പിന് നെക്സ്റ്റ് നള്ളാവുന്നത് വരെ പോവും. അവിടെ ഒന്നും മാച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എലമെൻറ്റ് ഇല്ല എന്നുള്ള മെസ്സേജ് കൊടുക്കണം. അപ്പോൾ അതിനാണ് 2 കണ്ടീഷൻ കൊടുക്കാൻ പറയുന്നത്. ടെം ഡോട്ട് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളും, അതേപോലെ ടെം ഡോട്ട് ഡേറ്റ നോട്ട് ഈക്വൽ ടു നമുക്ക് വേണ്ട എലമെൻറ്റ് ഐറ്റം ആണെങ്കിൽ ഐറ്റം സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് അടിച്ച് പോകും. ടെം ഈക്വൽ ടു ടെം ഡോട്ട് നെക്സ്റ്റ് അടിച്ച് ഇങ്ങനെ പോവുകയുള്ളൂ. പിന്നെ എപ്പോഴാണ് ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ആവുന്നത്? നമ്മൾ പുറത്ത് വെച്ച് നോക്കണം, ആ ലൂപ്പിൻ്റെ പുറത്ത് വന്ന് നോക്കണം. ടെം ഡോട്ട് നെക്സ്റ്റ് നള്ളാണോ നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ടെം ഡോട്ട് ഡേറ്റ അതായത് ചെക്ക് ചെയ്യാം. ടെം ഡോട്ട് ഡേറ്റ ഐറ്റം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ നമുക്ക് പിന്നെ ആ എലമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇത്രാമത്തെ പൊസിഷനിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിനുള്ളൊരു വേരിയബിൾ കൊണ്ട് ഇട്ട് കൊടുക്കണം. സം ഐ ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്ത് ഓരോ പ്രാവശ്യം ടെം ഈക്വൽ ടു ടെം ഡോട്ട് നെക്സ്റ്റ് ചെയ്യുമ്പോൾ i++ ചെയ്യുന്ന ഒരു വേരിയബിൾ കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൃത്യമായി നമുക്ക് കൗണ്ട് കിട്ടും എത്രാമത്തെ പൊസിഷനിലാണെന്ന്. അതിനെയും കൂടി പ്രിൻ്റ് ചെയ്യിക്കുക. അപ്പോൾ സ്റ്റാക്കിലാണെങ്കിൽ ടോപ്പ് മുതൽ ടെം ഡോട്ട് നെക്സ്റ്റ് നള്ളാവുന്നവരെ, നമ്മുടെ ക്യൂവിലാണെങ്കിൽ 2 എൻഡും കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടെം ഈക്വൽ ടു ഫ്രണ്ട് മുതൽ ടെമ്പ് റിയർ ആവുന്നത് വരെ, ടെമ്പ് ഈക്വൽ ടു റിയർ വരുന്നത് വരെ നമുക്ക് ആ ലൂപ്പിൽ വർക്ക് ചെയ്യാം. സംഗതിയൊക്കെ അതേപോലെ തന്നെ പ്രിൻ്റ് ചെയ്യിക്കാനാണെങ്കിൽ ടെമ്പിൻ്റെ ഡേറ്റ പ്രിൻ്റ് ചെയ്യിക്കുക. ഒരിക്കലും പ്രിൻ്റ് ചെയ്യിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുമ്പോഴോ ഒന്നും ഫ്രണ്ടും റിയറും മാറ്റരുത്. ഫ്രണ്ടിനെയോ റിയറിനെയൊക്കെ ശരിക്ക് ടെമ്പററി വേരിയബിൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ടെമ്പ് ഈക്വൽ ടു ഫ്രണ്ട് ചെയ്തിട്ട് ടെമ്പിനെയാണ് മാറ്റേണ്ടത്. അല്ലാണ്ട് ആയതാണ് നിങ്ങൾ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഡോട്ട് ഡേറ്റ പ്രിൻ്റ് ചെയ്ത് ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് ഡോട്ട് നെക്സ്റ്റ് ചെയ്ത് പോകരുത്. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് എവിടെ എത്തും? അവസാനം റിയറിലെത്തും. സിംഗിളിൽ ഇംഗ്ലീഷ് ആയതുകൊണ്ട് തിരിച്ചു വരാൻ ഒരു വഴിയില്ല. നമ്മുടെ തൊട്ട് മുന്നത്തെ എലമെൻറ്റ്സ് എല്ലാം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരിക്കലും ഫ്രണ്ടിനെ റിയറിനെ മാറ്റരുത്. ഫ്രണ്ട് മാറുന്നത് ഡിലീറ്റ് ചെയ്യുമ്പോൾ മാത്രം, റിയർ മാറുന്നത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രം. അതെപ്പോഴും ഓർമ്മ വയ്ക്കുക. ഡിസ്പ്ലേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുമ്പോഴോ ഒന്നും ഫ്രണ്ടിനെ റിയറിനെ മാറ്റരുത്. അതിൻ്റെ വാല്യൂസ് മാറണം എന്നുണ്ടെങ്കിൽ മീൻസ് ഫ്രണ്ട് റിയർ മാറില്ല. നമുക്കൊരു പോയിൻ്റർ ഉണ്ട്, ഈ പറഞ്ഞ പോലെ ട്രാവേഴ്സ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ടെമ്പററി വേരിയബിൾ ഉപയോഗിക്കുക. ടെമ്പററി പോയിൻ്റർ എടുക്കുക, അതിനെ ഫ്രണ്ടിലേക്ക് പോയിൻ്റ് ചെയ്യിക്കുക, എന്നിട്ട് ട്രാവേഴ്സ് ചെയ്യിക്കുക റിയർ എത്തുന്നവരെ. ഫ്രണ്ടിനെ റിയറിനെ ഒരു കാരണവശാലും മാറ്റരുത്. അത് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ക്യൂ മാറിപ്പോവും. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. ഒരു ടെമ്പററി വേരിയബിൾ ഉപയോഗിച്ച് മാത്രം ട്രാവേഴ്സ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് മോഡ്യൂള് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ ഇതിലിപ്പോൾ കണ്ടത് ലിസ്റ്റ്, അറേ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കണ്ടു. ഓൾറെഡി നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളൊന്നും കൂടി വിശദമായിട്ട് കണ്ടു. ലിങ്ക്ഡ് ലിസ്റ്റ് കണ്ടു, സിംഗിളി ലിങ്ക് ലിസ്റ്റ്, ഡബിളി ലിങ്ക് ലിസ്റ്റ്, സർക്കുലാർ ലിങ്ക് ലിസ്റ്റ്, അങ്ങനെയുള്ള 3 ഓപ്ഷൻസും കണ്ടു. അതിനുശേഷം പ്രധാനപ്പെട്ട 2 ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള സ്റ്റാക്ക്, ക്യൂ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ സിംഗിളി ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാക്കും ക്യൂവും വളരെ നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കാരണം സ്റ്റാക്കിലും ക്യൂവിലൊന്നും നമുക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിക്കരുത്. നമ്മൾ വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ, ഇപ്പോൾ സ്റ്റാക്ക്, ക്യൂ പോലുള്ള എഡിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളൊരിക്കലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കരുത്. അതായത് ഡബിൾ ലിങ്ക് ലിസ്റ്റ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാൾക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട്, ഇപ്പോൾ റെയറിൽ പോയിട്ട് നേരെ തിരിച്ച് അതിന് തൊട്ട് മുന്നത്തേക്ക് വരാനുള്ള ഓപ്ഷനും ഒക്കെ ഉണ്ട്. അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല. ക്യൂവിലെപ്പോഴും ഇൻസർഷൻ അറ്റ് ലാസ്റ്റ് മാത്രം, ഡിലീഷൻ ഫ്രം ബിഗിനിങ് മാത്രം. അതുപോലെ സർക്കുലാർ ലിങ്ക് ലിസ്റ്റോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊന്നും ഇതിൽ വരുന്നതല്ല. ഇപ്പോൾ സ്റ്റാക്കും ക്യൂ ഉപയോഗിക്കുമ്പോൾ പ്ലെയിൻ സിംഗിളി ലിങ്ക് ലിസ്റ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം പോയിൻ്ററിൻ്റെ പ്രധാന പ്രശ്നം തന്നെ അതാണ്. നമ്മുടെ സിയുടെ സ്ട്രെങ്ത്ത് പോയിൻ്ററാണെന്ന് പറയുമ്പോൾ തന്നെ വീക്ക്നെസ്സും കൂടി ആണ് പോയിൻ്റർ എന്ന് പറയുന്ന പോലെയാണ്. കാരണം പുറത്തുനിന്നുള്ള പല അറ്റാക്കുകൾ വരുമ്പോൾ, ഇപ്പോൾ വൈറസ് പോലെയുള്ളതോ അല്ലെങ്കിൽ ഹാക്കേഴ്സിൻ്റെ ഒക്കെ അറ്റാക്കുകൾ വരുമ്പോൾ അവർക്ക് മെമ്മറിയിലേക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന പോരായ്മ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിലേക്ക് വന്നപ്പോൾ ഈ
പോയിൻ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ മാറ്റിയിട്ട് ഒബ്ജക്റ്റ് ആക്കിയത്. ഒബ്ജക്റ്റും പോയിൻ്ററൊക്കെ കുറച്ചൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ ഈ പറയുന്ന പോലെ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റിന് തോന്നുന്ന പോലെ എല്ലായിടത്തും കയറി കളിക്കാൻ പറ്റില്ല. അതായത് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സ് അത് തന്നെ പ്രൈവറ്റും പബ്ലിക്കും പ്രൊട്ടക്റ്റഡ് വെച്ചത് നമുക്ക് സേഫ് ഗാർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഒബ്ജക്റ്റ് ഉപയോഗിച്ച് അങ്ങനെയാണ് നമുക്ക് മെമ്മറിയിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പോയിൻ്റർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് എവിടേക്ക് വേണമെങ്കിലും നീങ്ങാമെന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ട്രിക്റ്റായിട്ട് നമുക്ക് ഏത് ഡാറ്റ സ്ട്രക്ചറാണ് ഏറ്റവും ആപ്റ്റായത് അത് നമ്മൾ തീരുമാനിക്കണം. അതുപയോഗിച്ച് മാത്രമേ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇന്നതുണ്ടല്ലോ അപ്പോൾ അത് ഉപയോഗിക്കാമല്ലോ, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഇല്ലല്ലോ. അങ്ങനെ റിസ്ക് അല്ലാതെ ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിലെ നമുക്ക് ഈസിനെസ് അല്ല നമ്മൾ നോക്കേണ്ടത്, ആ പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി, അതായത് ഈ പറഞ്ഞ പോലെ റണ്ണിങ് ടൈമോ കാര്യങ്ങളൊക്കെ, അതേപോലെ ഈ പറയുന്ന സെക്യൂരിറ്റി റിസ്ക്കുകളൊക്കെ നമ്മൾ നോക്കണം. കൃത്യമായിട്ട് നമ്മൾ പറയുന്ന പോലെ മാത്രം വർക്ക് ചെയ്താൽ മതി, അതിൽ യാതൊരു ലൂപ്പ് ഹോളും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വേണ്ടത് മാത്രം ഉപയോഗിച്ച് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. വളരെ കോമ്പാക്റ്റായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വേണ്ടത് മാത്രം, വേണ്ടാത്ത ഒരു കാര്യം അവിടെ ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ അതിലൂടെയാവും പ്രശ്നങ്ങൾ വരിക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാക്ക് യൂസിങ് ലിങ്ക് ലിസ്റ്റ് കണ്ടു, ക്യൂ യൂസിങ് ലിങ്ക് ലിസ്റ്റ് കണ്ടു. നമ്മൾ ക്യൂ അറേ ഇംപ്ലിമെൻറ്റേഷൻ പഠിച്ചപ്പോൾ അതിൽ സർക്കുലാർ ക്യൂവിൻ്റെ ഒരു ആവശ്യകത നമ്മൾ കാണുന്നുണ്ടായി. അതായത് ഫ്രണ്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള പൊസിഷൻ വേക്കൻ്റ് ആവുന്നു. വേക്കൻ്റായി എന്ന് പറഞ്ഞാൽ അത് റിസർവ്ഡ് തന്നെയാണ്, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോഴാണ് നമ്മളതിനെ സർക്കുലാർ ആക്കിയത്. ഫ്രണ്ടിൽ സ്ഥലമുണ്ട്, ബാക്കിലെത്തി കഴിഞ്ഞെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് വരാം എന്നൊരു ഓപ്ഷൻ. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു സർക്കുലാർ ഫാഷൻ്റെ യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ഓരോ എലമെൻറ്റും ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനപ്പം നമ്മൾ ഫ്രീ ആക്കി വിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സർക്കുലാർ ഫാഷനിൽ വരേണ്ട യാതൊരു ആവശ്യമില്ല. ആവശ്യമില്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് ക്യൂവിൽ അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം നിറയെ സ്പേസ് ഫ്രണ്ടിൽ വേസ്റ്റായി പോകുന്നു. അപ്പോൾ അതിനെ നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് സർക്കുലാർ എന്നുള്ള പോയിൻ്റ് കൊണ്ടുവന്നത്. ഇവിടെ അങ്ങനെ ഒരു പോയിൻ്റ് നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമുക്കതിന് ആവശ്യമില്ല. സർക്കുലാർ ക്യൂ നമുക്ക് അറേ ഇംപ്ലിമെൻറ്റേഷനിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എക്സാമിന് സർക്കുലാർ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയും. അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലിങ്ക് ലിസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റിനെ നെക്സ്റ്റ് നള്ളാക്കുന്നതിന് പകരം ഫസ്റ്റ് ആക്കും അല്ലെങ്കിൽ ഫ്രണ്ട് ആക്കും എന്ന് മാത്രമേ ഉള്ളൂ. വേറെ അതിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഏത് നോഡിൻ്റെ നെക്സ്റ്റ് ആണ് ഫസ്റ്റ് ആയിരിക്കുന്നത് ആ നോഡായിരിക്കും ലാസ്റ്റ് നോഡ്. വേറൊരു നോഡിനും ഫസ്റ്റ് നോഡിൻ്റെ അല്ലെങ്കിൽ ഹെഡിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും വേറെ അതായത് അടുത്ത നോഡുകളുടെ അഡ്രസ്സായിരിക്കും. ലാസ്റ്റിൻ്റെ നെക്സ്റ്റ് മാത്രം ഒന്നുമില്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ ഫ്രണ്ടാക്കി വെക്കുന്നു, അതായത് ബിഗിനിങ് അല്ലെങ്കിൽ ഹെഡാക്കി വെക്കുന്നു. അപ്പോൾ നമുക്കതിനെ സർക്കുലാർ എന്ന് വിളിക്കാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ ഇതോട് കൂടിയിട്ട് കഴിയുകയാണ്. നമുക്ക് അടുത്തൊരു ലൈവ് ക്ലാസ് വയ്ക്കാം. എന്നാലും മോഡ്യൂൾ എൻഡിൽ ഒരു ലൈവ് ക്ലാസ് വയ്ക്കാം. അപ്പോൾ അടുത്ത ദിവസം ലൈവ് ക്ലാസ് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിസിക്സിന് ലാബ് ഒരു വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, സമയത്തനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനുണ്ടെങ്കിൽ എന്തായാലും ഗ്രൂപ്പിൽ അറിയിക്കാം. അല്ല എങ്കിൽ ചിലപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അടുത്ത ആഴ്ച നിങ്ങൾക്ക് ലാബ് വരികയാണ്. നമുക്ക് നോക്കാം. എന്തായാലും ഇതുവരെയുള്ളത് കൃത്യമായി പഠിച്ചു വയ്ക്കുക. അടുത്ത ഒരു ലൈവ് സെഷന് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.